വടകരയിലെ വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ്. BJP കോഴിക്കോട് ജില്ലാ നോർത്ത് പ്രസിഡന്റായി CR പ്രഫുൽ കൃഷ്ണൻ ചുമതലയേറ്റു. ചെറുവാച്ചേരി രാധാകൃഷ്ണൻ മാസ്റ്ററുടെ മകനും വടകര SGMSB സ്കൂൾ അധ്യാപകനുമാണ് പ്രഫുൽ. വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിലാണ് ചുമതലയേൽക്കൽ ചടങ്ങ് നടന്നത്. നോർത്ത് ജില്ലയുടെ അധ്യക്ഷനായി ചാർജ് എടുക്കുവാൻ വേണ്ടി ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ മിനിറ്റ്സിൽ ഈ കാര്യം രേഖപ്പെടുത്തി ഒപ്പിട്ട് കഴിയുമ്പോഴാണ് ചാർജ് എടുക്കൽ പൂർത്തിയാവുക. അത് കഴിഞ്ഞ് സ്ഥാനാരോഹണത്തിന്റെ മറ്റു ചടങ്ങുകളിലേക്ക് കടക്കാം. അതിനായി പുതിയ അധ്യക്ഷനെ ക്ഷണിക്കുകയാണ്. ജില്ലയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഞാൻ ഏറ്റെടുക്കുന്ന ചുമതല നീ BMS ആണോ RSS ആണോ ABVP ആണോ? വടകരയിൽ BMSന്റെ ഭരണത്തിൽ നമ്മളുണ്ടാവും, BJPന്റെ ഭരണത്തിലുണ്ടാവും, ABVPന്റെ ഭരണത്തിലുണ്ടാവും. കാവിക്കോടി കണ്ടിട്ടുള്ള എന്ത് ഭരണം ഉണ്ടാവുമല്ലോ അതിൽ ഞാനുണ്ടാവും. അപ്പണേട്ടൻ പറയും നാളെ ഹർത്താലാണ്, BMSന്റെ ഹർത്താലാണ്, മുദ്രാവാക്യം വിളിക്കണം. ഒന്നിൽ നിന്ന് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും. നാളെ നടക്കും ഹർത്താലിൽ കടകമ്പോളം അടച്ചുകൊണ്ട് വാഹനങ്ങൾ നിർത്തിക്കൊണ്ട് സഹകരിക്കണം നാട്ടുകാരെ. ഈ പറയാൻ അപ്പോഴാണ് ചോദിച്ചത്, ഈ സത്യത്തിൽ ABVP ആണോ BMS ആണോ? നമുക്ക് ആ കാവിക്കൊടി എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ്. BMS വേറെ, RSS വേറെ, വിശ്വഹിന്ദു പരിഷത്ത് വേറെ എന്നൊന്നുമില്ല. കൊയിലാണ്ടിയിൽ പഠിക്കുന്ന കാലഘട്ടമൊക്കെ സത്യമൊക്കെയൊക്കെ പറഞ്ഞു. ആളുകൾ ചേർത്ത് നിർത്തിയത് കൊണ്ടാണ് യുവമോർച്ചയിലേക്കും ഇന്നിപ്പോൾ പാർട്ടിയുടെ ചുമതലയിലേക്കും എല്ലാം എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സമയത്ത് കുറേ പേര് ഓർമ്മിക്കേണ്ടതുണ്ട്. വടകരയിൽ നമുക്ക് ചുള്ളിയിൽ നാരായണേട്ടനെ വിളിച്ചിട്ടുള്ള പ്രൗഢിയുള്ള ഒരു ഓഫീസ് നമുക്ക് എത്രയും പെട്ടെന്ന് വടകരയിൽ യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, വടകരയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ജില്ലയാക്കി വടകരയെ മാറ്റണം. വടകരയുടെ നീറുന്ന പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വടകരയെ പോലെ സാധ്യതകളുള്ള ഒരു ജില്ല വേറെ ഇല്ല. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ മുൻപന്തിയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണം. ഈ റോഡിന്റെ പണി അത് എത്രയും പെട്ടെന്ന് ത്വരിതപ്പെടുത്താൻ നരേന്ദ്രമോദി ഗവൺമെന്റിനെയാണ് ആൾക്കാർ കുറ്റം പറയുന്നത്. ഇവരുടെ ഇഴഞ്ഞു പോക്ക് കാരണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് PT ഉഷ മാഡത്തിനെ കണ്ട സമയത്ത് വടകരയിലെ ഈ ഇഴഞ്ഞ നീക്കങ്ങളെ പറ്റി ഞങ്ങൾ സംസാരിച്ചു. 2-3 പണിക്കാർ ചേർന്നാണ് കമ്പി കെട്ടുന്നത്. ഒരു വീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. പയ്യോളി മണ്ഡലം പ്രസിഡന്റ് വൈജിക്ക് അറിയാം. അന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. നിതിൻ ഗഡ്കരി ഇതുമായി ബന്ധപ്പെട്ട സൈറ്റ് വിസിറ്റ് ചെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അതിനുശേഷമാണ് ഇത്രയെങ്കിലും പണി പുരോഗമിച്ചിട്ടുള്ളത്. വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു കാരണവശാലും സമ്മതിക്കില്ല. കേരളത്തിലെ നമുക്ക് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന കുതിപ്പിലേക്ക് പോകുമ്പോ ഈ വടകരയിലെ ഇഴഞ്ഞുപോക്ക് അത് BJP അനുവദിക്കില്ല. അത് നിതിൻ ഗഡ്കരിജിയെ മാത്രമല്ല എല്ലാ അധികാരികളെയും ഞങ്ങൾ അറിയിക്കും. അത് വകാറല്ല, ഏത് തലതൊട്ടപ്പം കമ്പനിയായാലും ആ പറഞ്ഞ സമയത്തിനുള്ളിൽ ആ കരാർ അത് പൂർത്തീകരിക്കാത്ത പക്ഷം ശക്തമായിട്ട് പ്രക്ഷോഭങ്ങളുമായിട്ടും BJP മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുമെന്ന് ആദ്യം തന്നെ അവിടെ വെച്ച ആദ്യം നടന്നിട്ടുള്ള അഴിമതിയെ കുറിച്ച് പരിശോധിക്കണം. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ അതിന് കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്, ലീഗിന്റെ പിന്തുണയുണ്ട്. വടകരയുടെ വികസനത്തെ അട്ടിമറിക്കുന്ന പദ്ധതികളാണ് ഈ നാരായണ നഗരം കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. ഒരു സ്റ്റേഡിയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? അത് തുറന്നു കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ഇപ്പോഴും വടകര മേഖലയിലെ കുട്ടികൾ ഒരു ഗ്രൗണ്ട് ഇല്ലാതെ മറ്റ് പല ദൂര പ്രദേശങ്ങളിലും പോയിട്ടാണ് സ്പോർട്സ് പോലുള്ള പരിശീലനങ്ങൾ കിട്ടുന്നത്, കായിക മേഖലയിൽ പരിശീലനം കിട്ടുന്നതും. അടിയന്തരമായി അത്തരം വിഷയങ്ങൾ നമുക്ക് ഇടപെടേണ്ടതുണ്ട്. കുടിവെള്ള പ്രശ്നമുണ്ട് പാക്കയിൽ മേഖലയിൽ. അതുപോലെ തന്നെ വടകരയുമായി ചുറ്റപ്പെട്ട പല പ്രദേശങ്ങളിലും എല്ലാ ജില്ലയിലും ഇപ്പോ കൊയിലാണ്ടിയിലുണ്ട്. ഒരുപാട് മേഖലകളിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ഹൃദയപക്ഷമായി നമുക്ക് ഒറ്റ പക്ഷമേ ഉള്ളൂ. അത് BJP പക്ഷമാണ്. ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. അത് BJP ഗ്രൂപ്പാണ്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. ഇവിടെയുള്ള മുതിർന്ന ആളുകളെല്ലാം പങ്കുവെച്ചതുപോലെ അവരുടെ പ്രതീക്ഷക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ഇവിടെ നൽകിയിട്ടുള്ള
ഈ സ്നേഹ സ്വീകരണത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഒരു മണി കഴിഞ്ഞു, വിശക്കാൻ തുടങ്ങി. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നതിനൊന്നും കാര്യമില്ല. പ്രസംഗത്തിലല്ല കാര്യം, പ്രവൃത്തിയിലാണ് കാര്യം. നമുക്കത് തെളിയിച്ചു കൊടുക്കണം. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.